ഈ വർഷത്തെ മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട സമയക്രമവും കാര്യങ്ങളും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. നമ്മുടെ തങ്കയങ്കി ഇന്നലെ രാവിലെ 7 മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി 26 ഉച്ചയോടുകൂടി പമ്പയിലെത്തിച്ചേരും. ഇന്നലെ രാവിലെ 7 മണിക്കാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമൊക്കെ അവരുടെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. 26 ഉച്ചയ്ക്ക് ഇത് 1:30 മണിക്ക് പമ്പയിൽ എത്തിച്ചേരും. പമ്പയിൽ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. വൈകുന്നേരം 5:15 മണിയോടുകൂടി ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അവരെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരും. സന്നിധാനത്ത് വച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും മറ്റ് ഔദ്യോഗിക നേതൃത്വവും അവരെ സന്നിധാനത്തേക്ക് ആനയിക്കും. അന്ന് വൈകുന്നേരം, അതായത് 26-ാം തീയതി വൈകുന്നേരം നട തുറക്കുന്നത് 5 മണിക്കാണ്, 3 മണിക്കല്ല, 5 മണിക്കാണ് നട തുറക്കുന്നത്. രാത്രി പതിവ് പോലെ തന്നെ 11 മണിക്ക് നട അടയ്ക്കും. മണ്ഡലപൂജയുടെ ദിവസമായ 27-ന് രാവിലെ 10:30 കഴിഞ്ഞ് 11:30-നകമാണ് മണ്ഡലപൂജ മുഹൂർത്ത സമയം. 10:30 കഴിഞ്ഞ് 11:30-നകം മണ്ഡലപൂജ മുഹൂർത്ത സമയം. അന്നേ ദിവസം 9:45 വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ 11:30 മണി വരെ ഉണ്ടല്ലോ. അന്നേ ദിവസം 9:45 വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ. നെയ്യഭിഷേകം കഴിഞ്ഞ് ക്ഷേത്ര പരിസരം ശുദ്ധിയാക്കിയതിന് ശേഷമാണ് നമുക്ക് മണ്ഡലപൂജാ സമയത്തേക്ക് പോകുന്നത്. 10:30-നും 11:30-നും മധ്യയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന, മണ്ഡലപൂജ. തങ്കയങ്കിയുടെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയില്ലേ. 451 ഗ്രാം അല്ലേ, 451 ഗ്രാം അല്ലേ, 451 ഗ്രാം ചിത്ര തിരുനാൾ മഹാരാജ പവൻ 451 പവൻ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് ശബരിമലയിലേക്ക് നൽകിയതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഇന്നലെ വരെ ആകെ 25,69,671 പേർ, 25,69,671 പേർ ഇന്നലെ വരെ മല ചവിട്ടി എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. വെർച്വൽ ക്യൂവിൽ 26-ാം തീയതി ഞങ്ങൾ 64,000-മായി വെർച്വൽ ക്യൂ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടാൻ പറ്റുന്നൊരു തിരക്കൊക്കെ കരുതിയാണ് നമ്മൾ 64,000-ആക്കി ക്രമപ്പെടുത്തി. 26-ന് 27-ന് 70,000-ആണ്. നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ അപ്രകാരം ക്രമപ്പെടുത്തിയതാണ്. ജനുവരി മുതൽ 80,000 തന്നെയാണ്. അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം 80,000 തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിച്ചതുപോലെ തന്നെ 80,000 തന്നെയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഹൈക്കോടതി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് 15,000 ആക്കാമെന്നാണ് ദേവസ്വം ബോർഡിന്. വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് 15,000 ആക്കാം, പക്ഷേ ആക്കാം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഞങ്ങളത് ആക്കിയിട്ടില്ല. ഇതുവരെ ഞങ്ങൾ 10,000-ൽ തന്നെയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ജനുവരി മുതൽ വേണമോ വേണ്ടേ എന്നുള്ളത് ഒന്ന് സർക്കാരുമായി, പ്രത്യേകിച്ച് മന്ത്രിയുമായൊക്കെ കൂടിയാലോചിച്ച് നമ്മൾ തീരുമാനിക്കും. സ്പോട്ട് ബുക്കിംഗ് 15,000 വേണമെന്നുള്ളത് അത് ദേവസ്വം വകുപ്പ് മന്ത്രിയായും ദേവസ്വം ബോർഡ് കൂടിയുമൊക്കെ അത് തീരുമാനമെടുക്കും. ഇന്നലെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 97,000-ൽ പരം ആളുകൾ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പടി ചവിട്ടുന്നൊരു കണക്കാണ് പറയുന്നത്. പടി ചവിട്ടുന്നൊരു കണക്കാണ് എന്നാണ് കണക്ക്. പോലീസ് തരുന്ന കണക്കല്ലേ, നമുക്കത് അങ്ങനെയല്ലേ, പോലീസല്ലേ അതിനെ സംബന്ധിച്ച് ഒരു ആധികാരികമായി കണക്ക് പറയുന്നത് പോലീസ്. ക്രൗഡ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ആധികാരികമായി കണക്ക് പറയുന്നത് പോലീസ് തന്നെയല്ലേ.